ഒറ്റപ്പെട്ട സംഭവം മിനിസ്റ്റർ പ്രതികരിച്ചു. ഏതിനാ അവർ ഒറ്റപ്പെട്ടതെന്ന് പറയാത്തത്? ആള് ഭരിച്ചാലും ഒറ്റപ്പെട്ടത്, ആള് ജീവിച്ചാലും ഒറ്റപ്പെട്ടത്, എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത്, എല്ലാം ഒറ്റപ്പെട്ടത്. ഞാൻ പറയുന്ന അവസാനം ഡിക്ഷണറിക്കകത്തത് ഈ ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം. അങ്ങനെയുള്ള അപകടകരമായ സ്ഥിതി വന്നിട്ട് അത് ഒറ്റപ്പെട്ടത് എന്ന് പറയാം. ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിടം കൂടെ ഒരുമിച്ച് തകരുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല, കൂട്ടായി പോകുന്ന. അത് വേണേൽ ഭൂകമ്പം വേണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ലക്ഷദ്വീപിൽ നിന്ന് ഉൾപ്പെടെ വന്ന രോഗികളാണ് ഇപ്പോൾ, അവരോടാണ് ഡിസ്ചാർജ് ചെയ്തത്. സാധ്യമല്ല. ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുമുണ്ട്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകളെ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. അത് കടുത്തുരുത്തിയുണ്ട്. നമ്മളുടെ ശ്രീ മോൻസ് ജോസഫ് എത്തിച്ചേരും. ഞങ്ങൾക്കും അറിയണ്ടേ ഇതെങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാനായിട്ട് നമുക്ക് കണ്ണടച്ചു കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ ഇത് നമ്മളുടെ ചില ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. പ്രവർത്തിക്കണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും. ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ട് UDFന്റെ കമ്മിറ്റി ഒരുമിച്ച് ഇവിടെ വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷ് ഉണ്ട്. നമ്മളുടെ UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യൂസ് ഉണ്ട്. ബാക്കി UDFന്റെ നേതാക്കന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസി ഉണ്ട്. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അസീസ് ഉണ്ട്, ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് അറിയണം, ഇതെന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ എല്ലാവരുടെയും കണ്ണ് കെട്ടിവിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് എന്താ തടസ്സം? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? അത് വേണം. അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരാളിന്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിന്റെ സ്ഥിതിയും മോശമാണ്. ഇനിയും ഇതിനേക്കാൾ മോശമായ സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കാണാനും പോവുകയാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകും. MP അതല്ലേ നമ്മൾ പറയുന്നത്. ഇതിനൊന്നും ഈ കെട്ടിടത്തിനൊന്നും ഒരു ഫിറ്റ്നസും ഇല്ല. അതോടൊപ്പം നേരത്തെ ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ മന്ത്രിമാർ വേഗത്തിലെത്തി, പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന മേൽനോട്ടം വഹിക്കേണ്ട കളക്ടർ അടക്കം വളരെ വൈകിയാണ് അവിടെ പരിപാടിയിൽ നിന്നുകൊണ്ട്. അപ്പൊ അത്തരമൊരു കാലതാമസം ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടെന്ന് മാത്രമല്ല, 2 മണിക്കൂർ തെരച്ചിൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം കൊണ്ടാണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താലാ? വിശദീകരിക്കണം. ഈ 2 മണിക്കൂർ എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ. ഈ കെട്ടിടത്തിന്റെ ഒരു രൂപകൽപ്പന 4 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അവിടെ ഈ ഇറ്റാച്ചി JCB അടക്കമുള്ള എത്തിക്കുന്നതിൽ ഒരു പ്രായോഗിക പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതാണ് ഈ കാലതാമസത്തിന് കാരണം. അത് നിസ്സാര കാരണമാണോ? ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനുണ്ട്, ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. കൂടുതൽ പേർ അവിടേക്ക് എത്തിച്ചേരും എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും ഇത് വിട്ടുകൊടുക്കില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഉത്തരം പറയണം ആരോഗ്യമന്ത്രി എന്നാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഈ അപകടത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് 2 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകി എന്നതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെയുള്ള മറ്റ് കെട്ടിട ഭാഗങ്ങളും ശോചനീയാവസ്ഥയിലാണ്. ട്രോമ കെയറിന്റെ കെട്ടിടം ചോർന്നൊലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോഴുണ്ടായ അപകടം മാത്രമല്ല, മെഡിക്കൽ കോളേജിനോട് തന്നെ കാണിക്കുന്ന അവഗണന, അനാസ്ഥയ്ക്കെതിരെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.
മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിക്കുണ്ടായ അപകടമാണ്. ഏതാണ്ട് 12:30 കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു തിരച്ചിൽ നടത്താൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ബിന്ദുവിനെ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുകയും പിന്നീട് മരിച്ചതായുള്ള സ്ഥിരീകരണം കൂടി വരുന്നത്.